മാധ്യമപ്രവർത്തകർക്ക് സമൂഹം കൊടുത്തിരുന്ന ഒരു വിലയുണ്ട്. അതൊരു IAS-കാരനും മേലെയാണ്. ചപലതയും ബഹളം വയ്ക്കലും കോമാളിത്തരവും ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിൻ്റെ മുമ്പിലും ചെയ്യുന്ന ആളുകളായി അധപ്പതിക്കരുത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എവിടെയാണോ റേറ്റിംഗ് കൂടുതൽ അത് കൊടുക്കാൻ മാധ്യമങ്ങൾ ഇങ്ങനെ മത്സരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരി വാങ്ങിക്കേണ്ട കാര്യം അതായതുകൊണ്ട് ഇപ്പൊ സന്തോഷ് സാറിനെ പോലെ നമുക്ക് പരസ്യമില്ലാതെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു മാജിക് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. ഏറ്റവും തറയായിട്ട് കളിക്കുന്നവന് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവനും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബജറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും അത് കാണണ്ട. RBIയുടെ ഒരു പോളിസി കാണിച്ചു കഴിഞ്ഞാൽ അത് കാണണ്ട. ഒരു രാഷ്ട്രീയ നേതാവ് വേറൊരാളിനെ ചീത്ത വിളിച്ചു, സന്തോഷമാണത് കാണാൻ. ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പം ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ അതിനെ സമീപിക്കുക. 2 തവണ ചിന്തിക്കും, പലതവണ പരിശോധിക്കും ഇയാൾ എന്തിനു വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട്. ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയോ അല്ല ഒരു രാജ്യവും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. സർ, നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു ഇൻ്റർഫറൻസ് നമ്മുടെ ലൈഫിൽ സാറിന് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? സാർ തന്നെ പറഞ്ഞു പല വാർത്തകളും വളച്ചൊടിച്ചൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായിട്ടൊരു ശ്രമം പലപ്പോഴെങ്കിലും സാറ് കാണാറുണ്ട്. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത് ടു ദ മീഡിയ? അല്ല, മീഡിയയോട് പറയുക എന്ന് പറഞ്ഞാൽ ഞാനും ആ സമൂഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഈ പഴയ മൂല്യങ്ങൾ വിട്ടുകളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാരണം ഇന്നത്തെ ഒഫീഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അനുമതിയോടുകൂടി ചാനലുകൾ ലൈസൻസോടുകൂടി നടത്തുന്നതാണ് പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ. ആ മാധ്യമങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ നിലവാരത്തിലേക്ക്, സോഷ്യൽ മീഡിയയിലെ പ്രൊഫഷണൽ അല്ലാത്ത കാഷ്വലായി ആ രംഗത്തേക്ക് വന്ന് എന്ത് കാണിച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുമായിട്ട് മത്സരിക്കുന്നവരായി മാറുന്നതെന്ന് എനിക്കൊരു സംശയം. മാധ്യമപ്രവർത്തകർക്ക് സമൂഹം കൊടുത്തിരുന്ന ഒരു വിലയുണ്ട്. അതൊരു സിവിൽ സർവീസ് IAS-കാരനും മേലെയാണ്, ഒരു മന്ത്രിക്കും മേലെയാണ്, മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കും മേലെയാണ് പൊതുസമൂഹം മാധ്യമപ്രവർത്തകൻ ഒരു കാലത്ത് വില കൊടുത്തിരുന്നത്. രാഷ്ട്രപതിയെ വിമർശിച്ചൊരു വാർത്ത എഴുതാൻ അല്ലെങ്കിൽ രാഷ്ട്രപതി ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പോലും പറയാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യത്തെ ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ പറയണമെങ്കിൽ അത്ര പക്വതയുള്ള ആളായിരിക്കണം. ജുഡീഷ്യറിക്കും മുകളിൽ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളാണ് മാധ്യമങ്ങളെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. എങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ അത്ര പക്വതയും പാകതയും ഉള്ളവനായിരിക്കണം. ആ മൂല്യങ്ങൾ കൈവശം വരാത്തവനായിരിക്കണം. ചപലതയും ഈ പറഞ്ഞ ബഹളം വയ്ക്കലും കോമാളിത്തരവും ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിൻ്റെ മുമ്പിലും ചെയ്യുന്ന ആളുകളായി അധപ്പതിക്കരുത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു മാധ്യമ പ്രവർത്തകയാണ് സാറിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾക്ക് വേണ്ടി ഇവിടെ പ്രകടിപ്പിച്ചത്. ക്രിസ്റ്റീനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസ് റീഡർ കൂടിയാണ് ക്രിസ്റ്റീന. വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ബ്രാൻഡ് ഡേ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. എന്താണ് ചോദിക്കാനുള്ളത് മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ? അപ്പോൾ ആദ്യമേ തന്നെ താങ്ക് യു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ SGK ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് കിട്ടും എന്ന് കരുതി ഞങ്ങൾ സംസാരിച്ച് 2 മണിക്കൂർ വരെ ആ ഇൻ്റർവ്യൂ പോവുകയും ആ 2 മണിക്കൂറിന് ശേഷം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്ത ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം തീർച്ചയായും ആത്മവിമർശനപരമായി ഞാനും അത് 100% എഗ്രി ചെയ്യുന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ സാർ പറയുന്നത് പോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെ വളർത്തി, ഞാൻ കണ്ട സിനിമകൾ, ഞാൻ വായിച്ച ബുക്കുകൾ, ഞാൻ കണ്ട ചാനലുകൾ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിയുന്നതും TLC, സഫാരി പോലെയുള്ള ചാനലുകൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ മൂല്യബോധം അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ മൂല്യബോധത്തിൽ നിന്നാണ് എൻ്റെ മാധ്യമ പ്രവർത്തനവും വരുന്നത്. അപ്പോൾ സാറേ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 1 ക്രൈം വാർത്തകൾക്ക്, 2 ദുരന്ത വാർത്തകൾക്ക്. അപ്പോൾ എവിടെയെങ്കിലും ദുരന്തമോ യുദ്ധമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് കുത്തനെ കൂടുകയാണ്.
അപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് അതാണല്ലോ, ഡിമാൻഡ് എവിടെയാണോ അതാണ് നമ്മൾ കേറ്റർ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ റേറ്റിംഗ് കൂടുതൽ അത് കൊടുക്കാൻ മാധ്യമങ്ങൾ ഇങ്ങനെ മത്സരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരി വാങ്ങിക്കേണ്ട കാര്യം അതായതുകൊണ്ട്, ഇപ്പോൾ സന്തോഷ് സാറിനെ പോലെ നമുക്ക് പരസ്യമില്ലാതെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു മാജിക് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ജനങ്ങൾ അർഹിക്കുന്ന ഒരു ഭരണകൂടമാണ് അവർക്ക് ലഭിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളെ റിഫൈൻ ചെയ്യാനുള്ള ഒരു വാള് കയ്യിലിരിക്കുന്ന ഒരു പരിധി വരെ ജനങ്ങളുടെയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ബജറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും അത് കാണണ്ട, RBIയുടെ ഒരു പോളിസി കാണിച്ചു കഴിഞ്ഞാൽ അത് കാണണ്ട, നമ്മളൊരു വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണണ്ട. അതൊന്നുമല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് വേറൊരാളിനെ ചീത്ത വിളിച്ചു, സന്തോഷമാണത് കാണാൻ. യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ദുരന്തം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ അഭിരമിച്ചിരിക്കുക. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് ഇത് പൂട്ടിക്കെട്ടുന്നത് വരെ നമ്മൾ അയ്യോ കഷ്ടം, അവരുടെ ദുഃഖം, അവരുടെ സങ്കടം. എന്നിട്ട് ഈ ദുഃഖത്തിലിരിക്കുന്നവൻ എൻ്റെ അടുത്ത് ഒരു ദുരന്തം സംഭവിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് ഈ മൈക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രതികരണം അത്ര നന്നാവില്ല. കാരണം തകർന്നിരിക്കുന്ന ഒരു മനുഷ്യജീവിയാണ് ഞാൻ. എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് വേണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ചുരുങ്ങിയത് ഇപ്പം നമുക്ക് ഈ പറയുന്നത് പോലെ ആംഗ്യ ഭാഷയിലുള്ള വാർത്തയുണ്ട്, അതുകൊണ്ട് എല്ലാ ചാനലുകളും നിർബന്ധമായതുകൊണ്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മാർക്ക് ഫ്രീ ആയിട്ട് ഒരു 2 മണിക്കൂർ, റേറ്റിങ്ങിൻ്റെ പ്രശ്നമാണല്ലോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം ഈ മാർക്ക് ഫ്രീ 2 hours എല്ലാ ദിവസവും സ്പോർട്സ്, ഡെവലപ്മെൻറ്റ്, എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധം പിടിക്കാത്തത് എന്തുകൊണ്ട്? 2 ക്രൈം, ദുരന്തം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പം മാനുഷിക പരിഗണന, 2 ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പോരെ എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. കാരണം ഇതിനകത്തൊരു റഫറി ഇല്ലായ്മയാണ് പ്രശ്നം. കറക്റ്റ്. കാരണം ചിലർ കൈവിട്ട് കളിക്കുമ്പോൾ ബാക്കി എല്ലാവരും കൈവിട്ട് കളിക്കാൻ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ഒരു മിനിസ്ട്രി ഉള്ളത്. നമ്മൾ ലൈസൻസ് എടുത്തിട്ടാണ് ചാനൽ നടത്തുന്നത്. ലൈസൻസ് തരുന്നവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തെ വാർത്തകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നത്, അത് ഏത് ലെവലിന് താഴേക്ക് പോകാൻ പാടില്ല, അതിനുള്ള ഒരു നിയന്ത്രണ രേഖ വരച്ചിട്ട ഒരു സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഏറ്റവും തറയായിട്ട് കളിക്കുന്നവന് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവനും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പുതിയ കാര്യങ്ങളായി പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളായി വരുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു കണ്ടൻറ്റിന് കിട്ടുന്ന സ്വീകാര്യത നിലവാരമുള്ള കണ്ടൻറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്. സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചെയ്യുമ്പം ഒരു കൂട്ടർക്ക് ഇത് നമുക്ക് മാറി നിൽക്കണമെന്ന് വിചാരിച്ചാലും മാറി നിൽക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇന്നലത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിൽ K. സുധാകരന് നിരാശ എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ മാധ്യമങ്ങളും അത് വലിയ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നു. ശരിക്കും അതിന് എൻ്റെ ജീവിതത്തിലോ സാറിൻ്റെ ജീവിതത്തിലോ മീരയുടെ ജീവിതത്തിലും എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഒരു സ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് നിരാശപ്പെടേണ്ട കാര്യമാണ്. ആകെപ്പാടെ 140 മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്, പിന്നെ ഒരു 20 MP-മാരുണ്ട്, കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ പദവികൾക്ക് വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം എന്നൊരു മെസ്സേജ് കൂടിയല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, പുതിയ ചിന്തകളിലേക്ക് ന്യൂസ് ചാനലുകൾ മാറണം. ഇപ്പോൾ ഈ KPCC പ്രസിഡൻറ്റിൻ്റെ വാർത്ത എല്ലാ ചാനലുകളും കയറി ചെയ്യുന്ന അതേ ദിവസം അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പൊക്കിക്കൊണ്ട് വരാൻ കഴിഞ്ഞാൽ അവരെ എല്ലാം വിട്ടിട്ട് നിങ്ങളുടെ പുറകെ വരില്ലേ? കേരളത്തിൽ സീരിയലുകളും ന്യൂസുകളും 2 ധാരകളായി, അതായത് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണെങ്കിൽ സീരിയലുകൾ നിർബന്ധമായി ഓടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത്, ന്യൂസ് ചാനലാണെങ്കിൽ ലൈവ് ന്യൂസ് അല്ലേ തത്സമയ സംപ്രേഷണം നടക്കുന്ന ചാനലുകൾ മാത്രം ഓടുന്നൊരു സമയത്ത് ഇതൊന്നുമല്ലാതെ ഒരു ചാനൽ നടത്താമെന്ന് ഞാൻ കാണിച്ചു തന്നതാളാണ്. യെസ് ആണ്. അപ്പോൾ പുതിയൊരു വഴിയിലൂടെ പോയാൽ നമുക്ക് അതിന് പ്രേക്ഷകരെ കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതും ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ പോലെയോ എൻ്റർടൈൻമെൻറ്റ് ചാനൽ പോലെയോ ആയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഞാൻ എന്താഗ്രഹിച്ചു അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂസ് ചാനലുകൾക്കും വേണമെങ്കിൽ ഇന്നൊവേറ്റീവായി ഈ പറഞ്ഞ സാധനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ന്യൂസ് ചാനൽ ഈ പറഞ്ഞ ചർവണം ചെയ്ത ആ വിഷയത്തിൽ എല്ലാ ചാനലും പോകുന്നതിന് പകരം വ്യത്യസ്തമായ ഒരു വിഷയം, മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു സാധനം, അത്തരത്തിലുള്ള മരുന്നുകൾ റെഡിയാക്കി വെക്കണം കയ്യിൽ. എന്നിട്ട് ഇത് കത്തുന്ന സമയത്ത് മറ്റേ വിഷയം എടുത്ത് വിട്ട് കഴിയുമ്പോൾ ജനം അങ്ങോട്ട് വരുന്ന കാണാം. അവിടെ നമ്മുടെ ഭാവന കുറച്ചുകൂടെ ഉണർന്നുകയും നമ്മൾ പലപ്പോഴും ന്യൂസ് ചാനലുകളിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകളെല്ലാം ഏതാണ്ട് ഒരേ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് അതിനകത്ത് ഒരു പ്രധാന പ്രശ്നം. വഴിയൊന്ന് മാറിപ്പോകുന്നതിനെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. കേരളത്തിലെ സമൂഹത്തിലെയോ പ്രേക്ഷക സമൂഹത്തെയോ പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു കാര്യവും അതിനകത്തില്ല.
അവർ നമ്മൾ വെട്ടിയ വഴിയെ ആസ്വദിക്കാൻ ശീലിച്ചവരാ. എന്നാൽ അവരുടെ മുമ്പിൽ ഒരു പുതിയ സാധനം കൊടുത്തു നോക്കിയേ, അവർ പെട്ടെന്ന് അതിലേക്ക് മാറും. അവർക്ക് ഇമ്പ്രസീവായി തോന്നിയാൽ മതി, സത്യസന്ധമായി തോന്നിയാൽ മതി, ആത്മാർത്ഥതയുള്ളൊരു നീക്കമായിട്ട് തോന്നിയാൽ മതി, സമൂഹം അതിനെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ വ്യത്യസ്തമായ ഒരു വഴി കണ്ടെത്തുന്ന, ഇപ്പം ഈ നമ്മുടെ ഇന്നുള്ള ന്യൂസ് ചാനലുകളിലും ടെലിവിഷൻ ചാനലുകളും എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാ ചാനലിലും കുറേ കാലം പ്രവർത്തിച്ചവരാ. പുതുമ എന്തെങ്കിലും ഒരു കാര്യം ഈ ചാനലിൽ നിന്ന് ആ ചാനലിൽ വന്നുകൊണ്ട് ഒരാൾക്കുണ്ടാവുന്നില്ല. മറ്റേ ചാനലിൽ നമ്മൾ എന്താ ഉണ്ടായിരുന്നു, ആ ബുദ്ധിയും ആ അറിവും ആ കഴിവും ആ ആശയങ്ങളുമായിട്ടാണ് മറ്റേ ഈ ചാനലിലേക്കും വരുന്നത്. അവിടെ ഇന്നൊവേറ്റീവായ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മത്സരം നമ്മളുടെ ഓരോ ചാനലിലും ഉണ്ടാവണം. ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നതായിരിക്കണം. അർത്ഥശൂന്യമായ ചർച്ചകൾക്ക് പകരം ഇന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്ന, മനുഷ്യൻ്റെ കയ്യടി കിട്ടുന്ന തന്നെ എത്രയോ അർത്ഥമുള്ള ചർച്ചകൾ ഉണ്ടാക്കാം. ഇവിടെ കണക്കുകൾ കാണിക്കുന്നത് അത്തരത്തിലുള്ള അർത്ഥപൂർണമായ ചർച്ചകൾ ടെലിവിഷനിൽ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ ഡിജിറ്റൽ മേഖലയിൽ അത് വലിയ തോതിലൊരു ചലനമുണ്ടാക്കി, പലരും സംസാരിച്ചു. പക്ഷേ ഇതേ സാധനം ചിലപ്പോൾ അതേപോലെ ഒരു ഫോമാറ്റിൽ നമ്മൾ ടി വിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കണക്കുകൾ നോക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഒരേ സാധനം എല്ലാവരും കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊന്നിലേക്ക് നീങ്ങിയാൽ, സാർ പറഞ്ഞ പ്രോസസ്സ് ശരിയാണ്, അതിനുള്ള ഇച്ഛാശക്തി വേണം, അതിന് നമ്മൾക്ക് ജെനുവിനായിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടെന്ന് മനുഷ്യർക്ക് തോന്നണം, ആ എഫേർട്ട് അവർക്ക് വേണ്ടി കൂടെയാണ് എന്ന് തോന്നണം, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് അത് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. വലിയ റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ റൈഡിംഗ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അപ്പോൾ വളരെ സ്വീകാര്യമായ ഒരു പ്രോഗ്രാമായിരുന്നു. 2 മണിക്ക് റിപ്പോർട്ടേഴ്സ് പലയിടങ്ങളിലെ മനോഹാരിത, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ജനങ്ങൾ, ആ രീതികൾ, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തുറക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ അതേപോലെ ഞാനും സ്വപ്നം കാണുന്ന ഒരു കിനാശ്ശേരി അതാണ്. അപ്പോൾ ആ കിനാശ്ശേരിയിലേക്കുള്ള യാത്രയുടെ ഒരു ചെറിയ എഫേർട്ട് എന്ന നിലയിലാണ് നമ്മൾ ആ വാല്യൂ പ്ലസിൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാനും വളരെ ആസ്വദിക്കുകയും ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്തൊരു പരിപാടിയായിരുന്നത്. സൂപ്പർ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയൊരു സാറ് ട്രാവൽ ചെയ്തു ലെസ് ട്രാവൽഡ് പാത്ത് എടുക്കാനായിട്ട് നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ക്രിസ്റ്റീന. താങ്ക്സ് സെറ്റാ. ഒരേ ഒരു ഗസ്റ്റ് കൂടെ സാറിനെ കാണാൻ ഇനിയുള്ളൂ. ക്രിസ്റ്റീനയ്ക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. സാറിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു ന്യൂ ജൻ ഒരു ട്രാവലറാണ്, ഹെച്ച് കിക്കിംഗ് നൊമാക് മഹീൻ ആണ്. യെസ് മഹീൻ പ്ലീസ്. ഏതൊക്കെ കൺട്രീസ് പോയിട്ടുണ്ട് സാർ? ഇരിക്കുകയാണ്. ഏകദേശം ഒരു 85 രാജ്യങ്ങളോളം ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്. ആണല്ലേ? ഏതൊക്കെ കൺട്രീസ്? പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 കൺട്രീസ്. ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പിന്നെ കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, സ്പെഷ്യലി ആയിട്ട് നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള മാലി, അല്ലെങ്കിൽ ബുർക്കിനോ ഫാസോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈസ്റ്റ് ആഫ്രിക്കൻ പരിധിയിൽ വരുന്ന നമ്മുടെ എറിട്രിയ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പറയാനായിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ. വളരെ ജെന്യുവനായിട്ട് യാത്രയെ സമീപിക്കുന്ന ഒരാളാണ്. ആൻഡ് സാർ എന്താ യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ ആണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. എന്താണ് ചോദിക്കാനുള്ളത്? പെട്ടെന്ന് ചോദിക്കാം. എനിക്ക് തോന്നുന്നു സാറിൻ്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ്. ഇപ്പോൾ സാറ് നൽകുന്ന, ഇപ്പോൾ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, സാറിപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ്, പ്രീ ബുക്ക്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുപടി ടെലികാസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളതിനെ ക്രോസ് ചെക്ക് ചെയ്യും. അതിന് നിരവധിയായ സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒപ്പമായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട്, നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിക്കുന്നത്. അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല. എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ച് തരിക നാട്ടുകാരിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പം നമ്മൾ പല ആളുകളും ട്രാവൽ ചെയ്യാറുണ്ട്. ആക്ച്വലി നമുക്ക് സ്പെഷ്യലി ആസ് എ ഇന്ത്യൻ അല്ലെങ്കിൽ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും നമുക്ക് പ്രിവിലേജ് മാത്രമാണല്ലോ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്?
അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ ട്രാവൽ, നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാജന് പറയാനുള്ളത്? അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഓരോ രാജ്യത്തിനും മറ്റു രാജ്യങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു പാകിസ്ഥാനി, ഈ ദിവസങ്ങളിൽ ഇൻവേർട്ടഡ് കോമയിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പം ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ അതിനെ സമീപിക്കുക. 2 തവണ ചിന്തിക്കും, പലതവണ പരിശോധിക്കും ഇയാൾ എന്തിനു വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട്. ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അല്ല ഒരു രാജ്യവും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അമേരിക്ക നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും. ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം. അപ്പോൾ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്ത് യാത്ര ചെയ്താൽ മതി, അതേ ഉള്ളൂ മാർഗം. താങ്ക് യു ഡിയർ. അപ്പോൾ ഇതുപോലെ യാത്രകൾ, ഫിനോമിനൽ യാത്രകൾ തുടരാനായിട്ട് താങ്കൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സോ ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Milestone Makers presents Lulu Holidays Beyond the Map, a meet and greet event with Santosh George Kulangara, co-sponsored by EIG Overseas, ഞങ്ങളുടെ വെന്യൂ പാർട്ണർ ജെയിൻ യൂണിവേഴ്സിറ്റി, ഞങ്ങളുടെ ഇവന്റ് പാർട്ണർ ദക്ഷ് ഇവന്റ്സ്. ഇന്നത്തെ ഈ ഒരു സിനേറിയോയിൽ സർ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മനി തന്നെയാണ്. 2040 ആകുമ്പോൾ 40 lakhs പ്ലസ് വേക്കൻസീസ് ആണ് സ്കിൽഡ് പ്രൊഫഷണൽസിന് വേണ്ടി ജർമ്മനി എന്ന കൺട്രി നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ളൊരു മൈഗ്രേഷൻ ഞങ്ങളുടെ കുട്ടികൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് EIG ഓവർസീസ് ഇവിടെ ഉള്ളത്. 3 രീതിയിലാണ് നമ്മുടെ കുട്ടികളെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി കാർഡ് ഉണ്ട്, ഡിഗ്രി ഓർ ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക്. ഓപ്പർച്യൂണിറ്റി കാർഡ് മാത്രമല്ല സർ, സ്റ്റുഡൻറ്റ് വിസയും ഞങ്ങളുടെ EIG ഓവർസീസ് നൽകുന്നുണ്ട്. ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇൻ ജർമ്മനിയിൽ 0 ട്യൂഷൻ ഫീൽ ഇൻ ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ കുട്ടികൾക്ക് അവർ ഉറപ്പുവരുത്താണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ തിങ്സ് ഹൗസ് ബിൽഡിംഗ് ആണ്, ഞങ്ങളുടെ ഡിപ്ലോമ പ്രോഗ്രാമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും കൂടി അവരിതാ നൽകുകയാണ്. മന്ത്ലി 1 lakh പ്ലസ് ആണ് സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരു കോഴ്സ് കഴിഞ്ഞ് അപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റും ഉറപ്പാണ്. സോ ഓപ്പർച്യൂണിറ്റി ആയിട്ടും സ്റ്റുഡൻറ്റ് വിസയുമായിട്ടും ഈ ഒരു വലിയ പ്രോഗ്രാമുമായിട്ട് EIG ഓവർസീസ് മൈഗ്രേറ്റ് ചെയ്യാൻ, ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ദി ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു ചോദ്യം മസ്റ്റായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞു, കാരണം എല്ലാ മാസവും 1-ാം തീയതിയും ബിവറേജസ് ഓപ്പൺ ആക്കണം, അത് ടൂറിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സാർ ഒരു ചെറിയ കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലാ മാസവും തുടക്കണമെന്നല്ല. ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ലോകത്ത് എങ്ങുമില്ലാത്ത യുക്തിരഹിതമായ ഒരു കാര്യം കേരളത്തിൽ കാണുമ്പം നമ്മളെക്കുറിച്ച് അവരെന്ത് ചിന്തിക്കുമെന്നേ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഒരു 4-5 പെഗ് വരെ ഒരു ദിവസം യൂസ് ചെയ്യുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും അമിതമായിട്ട് സാറിനോടുള്ള ആരാധന മൂത്ത് ആരെങ്കിലും മദ്യപിച്ചു വന്ന് സാറിന് ഒരു വയ്യാവേലി ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടെ. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ വന്ന് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിനോടൊപ്പം കുറച്ച് മണവും കൂടെ നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും. അതൊക്കെ സാധാരണ മനുഷ്യരുടെ വളരെ നിഷ്കളങ്കമായ സ്നേഹമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഒരു വീഡിയോയിലൂടെ കൂടി ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്യാൻ വി ഹാവ് ദ വീഡിയോ പ്ലീസ്? ഹായ് സർ, നിങ്ങളോടും നിങ്ങളുടെ ആശയങ്ങളോടുള്ള ഒബ്സഷൻ 2002 സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. അന്ന് സഞ്ചാരം ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനെപ്പറ്റി പറയാത്ത ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവോ ലെക്ചറോ പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഈ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തതെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷം, പ്രൗഡാണ്. വിദേശത്താണ് ഒരു പ്രോഗ്രാമിന് എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിന് അവിടെ ഉണ്ടാവുമായിരുന്നു. ഇവരെന്നോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എത്ര ആലോചിച്ചിട്ടും നത്തിങ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇനഫ് എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് അതിന് പകരം ഒരു കൺഫെഷൻ നടത്താൻ എന്നെ അനുവദിക്കണം. മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫാരിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഓഫീസിൽ നിന്ന് 2-3 തവണ വിളിച്ചിട്ട് അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. ഐ വാസ് എ ടോപ്പ് ഓഫ് ദ വേൾഡ്, സോ ഹാപ്പി. എന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ സഫാരിയിൽ കാണാൻ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമും വാശിക്കിരുന്ന് കാണുമായിരുന്നു. പക്ഷെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് പറയാൻ മാത്രം എൻ്റെ കഥകൾ വളരെ ചെറുതായ പോലെ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഫീല്. അപ്പോൾ എപ്പോഴെങ്കിലും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള ചിന്തയിൽ ഇപ്പോഴത്തെ യാത്രകളിൽ കാണുന്ന മുഖങ്ങളും കഥകളൊക്കെ
പ്രത്യേകം ശ്രദ്ധിക്കലും കരുതിവെക്കലും ഉണ്ട്. കീപ് ഇൻസ്പയറിംഗ് സർ. താങ്ക് യു. മെന്റലിസ്റ്റ് ആദിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ 4 സ്പോൺസേഴ്സിന് വേണ്ടി ചെറിയൊരു സ്നേഹ സമ്മാനം സാറിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് മേടിക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. ലുലു ഹോളിഡേയ്സിന് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സപ്പോർട്ടും നൽകി ഒരുപാട് യാത്രകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ലുലു ഹോളിഡേയ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സാധനം മുന്നോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലുലു ഹോളിഡേയ്സ് ഞങ്ങളുടെ ബിയോണ്ട് ദ മാപ്പ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇവന്റ് വിത്ത് സന്തോഷ് ജോർജ് കുളങ്ങരയായിരുന്നു. സോ ലുലു ഹോളിഡേയ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്ലീസ്. ഇനി EIG ഓവർസീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. EIG ഓവർസീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്ലീസ്. ഞങ്ങളുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒട്ടനവധി ഇവന്റ്സ് ചെയ്യുന്ന ലക്ഷ് ഇവന്റ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു യാത്രകളുടെ ബ്രാൻഡ് അംബാസിഡർ, പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു, വിജയങ്ങളുടെ ഈ ബ്രാൻഡ് അംബാസിഡർക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു ഇന്റർവ്യൂവിന് വരുമോ സാർ? എൻ്റെ കൂടെ ഇരിക്കുമോ സാർ? അതാണ് എൻ്റെ പേഴ്സണൽ ചോദ്യം. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിട്ട് തീരുമാനിക്കാം. കാരണം സോഷ്യൽ മീഡിയയുടെ കാലത്ത് പറഞ്ഞതെല്ലാം വരണമെന്നില്ല, പറയാത്തത് വന്നെന്നും ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. താങ്ക് യു സോ മച്ച്. വലിയൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ, എഴുന്നേറ്റ് നിന്നൊരു സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിക്കൊണ്ട് തന്നെ മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട താങ്ക് യു സോ മച്ച്. താങ്ക് യു. വലിയൊരു കൈയടി കൊടുക്കാം. കൂടുതൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എനിക്കിഷ്ടമാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂടുതൽ സംസാരിക്കുക, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ പറയാൻ നിർബന്ധിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് ഇവിടെ ഉണ്ടായിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.